പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെ പിക്സൽ ലാബിൽ ഇസ്ലാമിക് പ്രോഗ്രാം പോസ്റ്റർ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇമേജ് സൈസിൽ വിഡ്ത്ത് 1100 കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് 1400 കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ ഷേപ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് എനേബിൾ ചെയ്തതിന് ശേഷം ഔട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഷേപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷേപ്പിനെ വീഡിയോയിൽ കാണുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മുകൾ ഭാഗം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി താഴെ ഭാഗം കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എടുത്ത ഇമേജ് ബ്ലറല്ല. അപ്പോൾ നമുക്കിത് ബ്ലർ ചെയ്യണം. പക്ഷേ പിക്സൽ ലാബിൽ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലർ ചെയ്യേണ്ട ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ ബ്ലർ 25 കൊടുക്കുക. ടിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബ്ലർ ചെയ്ത ഇമേജ് കൊണ്ടുവരിക. സെലക്ട് ചെയ്ത ഇമേജിനെ താഴെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഫില്ലാകുന്ന വിധത്തിൽ കോർണറിൽ വലിച്ചു നീട്ടുക. കോർണറിൽ പിടിച്ച് വലിച്ചു നീട്ടുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സെൻട്രലാക്കിയിട്ട് ഇമേജിനെ അലൈൻ ചെയ്യുക. ആ ഇമേജിനെ സെലക്ട് ചെയ്ത് ടു ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബ്രൈറ്റ്നെസ് -15 കൊടുക്കുക. എന്നിട്ട് ടിക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ ഈ ലെയർ പാനൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇമേജിനെ ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ വൈറ്റ് ഷേപ്പ് ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. അതൊരു കോപ്പി എടുത്തതിന് ശേഷം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് പോലെ താഴെ കൊടുക്കാനാണ്. ആ എടുത്ത കോപ്പിയെ ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുകയാണ്. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രേഡിയൻ്റ് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ആ ലെയറിന് സ്ട്രോക്ക് പോലെ തോന്നുന്ന വിധത്തിൽ ആ ലെയറിനോട് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. നമ്മൾ ഗ്രേഡിയൻ്റ് കളർ കൊടുത്ത ലെയർ വൈറ്റ് ഷേപ്പിൻ്റെ താഴെയായിട്ട് വരണം. എന്നാലേ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതുപോലെ ചെയ്തു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. മലയാളം ആയതുകൊണ്ട് തന്നെ യൂണിക്കോഡ് ഫോണ്ട് അല്ലാത്തത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് കോഡ് FM പോയിട്ട് ടൈപ്പ് ചെയ്ത് കോഡ് കോപ്പി ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് കോഡ് FM ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ടൻറ്റ് മതപ്രഭാഷണവും സ്വലാത്ത് വർഷവും എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത് ഓരോ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മതപ്രഭാഷണം എന്നുള്ളത് ഒരു ലെയറും അതുപോലെ തന്നെ സ്വലാത്ത് വാർഷികം എന്നുള്ളത് വേറെ ലെയറുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മതപ്രഭാഷണം എന്നുള്ളത് മാത്രം കോപ്പി എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ MLKV ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. MLKV ഫോണ്ടിലെ ഒരു ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ കളർ ആഡ് ചെയ്യാൻ കളർ ടൂൾ എടുക്കുക. എന്നിട്ട് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പോലത്തെ കളർ തന്നെ ഇവിടെയും കൊടുക്കുകയാണ്. നേരത്തെ നമ്മുടെ സ്ട്രോക്കായിട്ട് ഉപയോഗിച്ച അതേ കളർ നമ്മൾ ഇവിടെയും കൊടുക്കുകയാണ്. ഇതിൽ മൂന്നാമത്തെ ഗ്രേഡിയൻ്റ് സ്റ്റൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആ മതപ്രഭാഷണം എന്നുള്ള ലെയർ ഒന്നും കൂടി കോപ്പി എടുത്തതിന് ശേഷം അവിടെ സ്വലാത്ത് വർഷികം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം
രണ്ടും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ സമയവും തീയതിയും ഒക്കെ ആഡ് ചെയ്യണം. നമ്മൾ അത് ആഡ് ചെയ്യാം. അതിനായിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള തീയതി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂണിക്കോഡ് ഫോണ്ട് ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇവിടെ കോഡ് FMLൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആ ലെയറിന് നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മളതിന് ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അനഗ് ഫോണ്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ലെയറിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. 5 എന്നുള്ള തീയതി എടുത്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ 5 എന്നതിന് റെഡ് കളർ കൊടുക്കുകയാണ്. അപ്പോൾ കളർ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ റെഡ് കളറ് ജനുവരി 5 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് റെഡ് കളർ കൊടുക്കുക. ഇനി നമുക്ക് സ്ഥലത്തിൻ്റെ പേര് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഡേറ്റിൻ്റെ ലെയർ ഒന്ന് കോപ്പി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കളറ് ഫുൾ ബ്ലാക്ക് ആക്കുക. അതിനുശേഷം എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ലെയറിനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ ഈ ലെയർ വൈറ്റ് ഷേപ്പും അതുപോലെ ടെക്സ്റ്റും തമ്മിൽ വലിയ അകലമല്ല. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് ലഭിക്കണം. അതിനായിട്ട് നമ്മുടെ ആ ഷേപ്പിനെ കുറച്ച് താഴത്തോട്ട് നീക്കണം. ഷേപ്പിനെ നീക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രോക്കായിട്ട് ഉപയോഗിച്ച ഷേപ്പും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നീക്കാൻ. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നീങ്ങുകയില്ല. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി ആ സ്ഥലം ചെറുതായിട്ടൊന്ന് നമ്മൾ താഴത്തോട്ട് നീക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റും ചെറുതായിട്ട് താഴത്തോട്ട് നീക്കാം. അപ്പം അത്യാവശ്യം ചെറിയൊരു അകലം ഫീൽ ചെയ്തു. ഇനി അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ലെയറിന് ചുറ്റുമായിട്ട് ആ ഷേപ്പിന് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 0 ആക്കി ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോക്ക് വിഡ്ത്ത് നമ്മൾ 1 കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കളറ് ബ്ലാക്ക് കൊടുക്കുക. അതുപോലെ തന്നെ റേഡിയസ് 5 കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുക. ശേഷം ലെയർ ലോക്ക് ചെയ്ത് വെക്കുക. മുകളിൽ നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ മതപ്രഭാഷണവും സ്വലാത്ത് വാർഷികം എന്നുള്ളത് ചെറുതായിട്ട് മുകളിലോട്ട് നീക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇമേജ് ആഡ് ചെയ്യണം. പരിപാടിക്ക് നേതൃത്വം നൽകുന്നവരുടെ ഇമേജ്. അതിനായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അഡോബി എക്സ്പ്രസ് എന്ന ആപ്ലിക്കേഷനാണ്. നമുക്ക് അഡോബി എക്സ്പ്രസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ 3 സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ലഭിക്കുന്നതാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്സൽ ലാബിലേക്ക് ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എറേസ് ചെയ്യാനുണ്ട്. അതിനായിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് എ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ ഇമേജ് പിക്സാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെയുള്ള എറേസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് അത് ഫില്ലാക്കി വെച്ചതിന് ശേഷം ഇമേജിനെ ഫില്ലാക്കി വെച്ചതിന് ശേഷം എറേസുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തുക്കുക. എന്നിട്ട് എറേസ് സൈസ് 100 കൊടുത്തതിന് ശേഷം ഹാർഡ്നെസ് 1 ആക്കി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇമേജിൻ്റെ താഴെ ഭാഗം ഇതുപോലെ എറേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഈ ഇമേജിനെ നമ്മൾ പിക്സൽ ലാബിൽ അതിനുശേഷം പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ എറേസ് ചെയ്ത ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തിനാണ് എറേസ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ നമ്മളിതുപോലെ ഇവിടെ ഇമേജിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള
ആളുകളെയും ഉസ്താദുമാരെയും നമ്മൾ പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ഇമേജുകളെ ക്രമീകരിച്ച് വെക്കുക. അതിനുശേഷം ഇമേജ് ലെയറുകൾ ലോക്ക് ചെയ്യുക. ഇമേജ് ലെയറുകളൊക്കെ ചെറുതായിട്ട് താഴോട്ട് നീക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇവരുടെ പേരുകളൊക്കെ മേലെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പോസ്റ്ററിലുള്ള ഇമേജുകൾ ചെറുതായിട്ടൊന്ന് താഴോട്ട് നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇവരുടെ പേരുകളും അതുപോലെ തന്നെ സാന്നിധ്യം എന്നൊക്കെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. അതിനായിട്ട് ന്യൂ ടെക്സ്റ്റ് എടുത്തിട്ട് അതിനായിട്ട് ആദ്യം നമ്മൾ കോഡ് FML പോയിട്ട് സാന്നിധ്യം എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം അത് കോപ്പി ചെയ്ത് പിക്സലാബിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. കളറ് ബ്ലാക്ക് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് ലൈറ്റ് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. 45 കൊടുത്തിട്ടുണ്ട് സൈസ്. ലെഫ്റ്റ് പാഡിങ് 5, റൈറ്റ് പാഡിങ് 5, ടോപ്പ് പാഡിങ് 3, ബോട്ടം പാഡിങ് 3 ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയസ് ഓക്കെ. ലെഫ്റ്റ് പാഡിങ്ങും റൈറ്റ് പാഡിങ്ങും നമുക്കൊന്നുകൂടി കൂട്ടി കൊടുക്കാം. നമുക്ക് 10 ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് സെൻട്രലായിട്ട് വെക്കാം. നമുക്ക് ഇവരുടെ പേരുകളും ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവരുടെ പേരുകളും നമ്മൾ കോഡ് FML ടൈപ്പ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. ഓരോ പേരുകളും നമ്മൾ വെവ്വേറെ ആയിട്ട് കോപ്പി എടുക്കണം. കാരണം സൈസ് നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ്. അപ്പം അലി ബാഫക്കി തങ്ങളുടെ പേര് നമ്മൾ എടുത്തു. ഇനി അത് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കളർ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കോപ്പി എടുക്കുക. ഇതിൻ്റെ സൈസ് 52 ആക്കുന്നുണ്ട്. നമ്മളത് ഇവിടെ ബാക്കിയുള്ള 2 പേരുകളും നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ കൊടുക്കാം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അലൈനിൽ ഈ സ്റ്റൈൽ കൊടുക്കുക. ഇതിനോട് ചേർന്ന് തന്നെ ഇത് വെച്ച് കൊടുക്കുക. കുറച്ച് നമുക്ക് താഴത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ അലി ബാഫക്കി തങ്ങളുടെ പേര് നമുക്ക് 60 ആക്കാം. അതും കുറച്ച് താഴോട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ കളർ നമുക്ക് ലൈറ്റ് യെല്ലോ തന്നെ കൊടുക്കാം. സാന്നിധ്യം എന്നുള്ളത് താഴത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ മതപ്രഭാഷണം സ്വലാത്ത് വാർഷികം എന്നുള്ളിടത്ത് മതപ്രഭാഷണം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷാഡോ എന്നത് ക്ലിക്ക് ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലർ റേഡിയസ് 0 ആക്കുക. എന്നിട്ട് ഓഫ്സെറ്റ് X 5 കൊടുക്കുക. അതുപോലെ തന്നെ ഓഫ്സെറ്റ് Y 5 കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒപ്പാസിറ്റി 15 കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിനും സ്വലാത്ത് വാർഷികത്തിനും അതുപോലെ തന്നെ കൊടുക്കുക. ഷാഡോ എനേബിൾ ചെയ്യുക. ബ്ലർ റേഡിയസ് 0 ആക്കുക. ഒപ്പാസിറ്റി 15% ആക്കുക. ഓഫ്സെറ്റ് X 4 കൊടുക്കുക. അതുപോലെ തന്നെ ഓഫ്സെറ്റ് Y 4 കൊടുക്കുക. കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.
നമ്മുടെ പോസ്റ്റർ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇതുപോലത്തെ പോസ്റ്ററുകൾ ഇനിയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനി ഏത് മോഡൽ പോസ്റ്ററുകളാണ് വേണ്ടത് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ എന്തൊക്കെ വീഡിയോസുകൾ ഇനി ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.